ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. SYS റമളാൻ ക്യാമ്പയിൻ. വൽ ഖുർആനിൽ മജീദ് ബൽ അജിബു അൻ ജാഅഹും മുൻദിറുൻ മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ് أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. أما بعد. സർവാദരണീയരായ സയ്യിദ് അവർകളെ, പണ്ഡിതന്മാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാനിൻ്റെ പകലിൽ വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം ഖാഫ് സൂറത്തിൻ്റെ ആശയതലങ്ങളെ ലളിതമായി സ്പർശിച്ചുകൊണ്ടാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇന്നലെ തുടങ്ങിവെച്ചതിൻ്റെ തുടർച്ചയായി അല്പം ചില കാര്യങ്ങൾ കൂടി ഇന്ന് ഉണർത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ വിഷയത്തിൻ്റെ തുടർച്ച ലഭിക്കുന്നതിനു വേണ്ടി ഇന്നലെ പരാമർശിച്ച സൂക്തങ്ങൾ ഓതിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാഫ് വൽ ഖുർആനിൽ മജീദ് بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب. അല്ലാഹുവിൻ്റെ ആസ്തിക്യത്തെയും പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെയും നിഷേധിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകളെ
ആലോചനയുടെ തീരത്തുകൂടെയും പ്രാപഞ്ചിക ദർശനത്തിൻ്റെയും പ്രാപഞ്ചിക ദർപ്പിണിയിലൂടെ തെളിയുന്ന ഇലാഹി അസ്തിക്യത്തിൻ്റെയും ശരിയായ തലങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്ന ചില പരാമർശങ്ങളാണ് ഇന്നലെ നാം പറഞ്ഞത്. ചിന്തയും ആലോചനയുമുള്ള, അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന അവന്റെ പ്രിയപ്പെട്ട ദാസന്മാർക്ക് വേണ്ടിയുള്ള ഉണർത്തലുകളാണ് എന്നാണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. എന്നാൽ തുടർന്ന് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് وَنَزَّلْنَا مِنَ السَّمَاءِ مَاءً مُبَارَكًا فَأَنبَتْنَا بِهِ جَنَّاتٍ وَحَبَّ الْحَصِيدِ وَالنَّخْلَ بَاسِقَاتٍ لَهَا طَلْعٌ نَضِيدٌ رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ മനുഷ്യനെ പുനർജനിപ്പിക്കുമോ? ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ എന്ന് സംശയമുതിർത്ത ആളുകളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ അധികാരത്തിന്റെയും അവന്റെ പരമാധികാരത്തിന്റെ തലങ്ങളെയും ആസ്ട്രോണമിയിലൂടെയും ആസ്ട്രോളജിയിലൂടെയും ബയോളജിയിലൂടെയും ഉണർത്തി തുടങ്ങിയ ഖുർആൻ ഇനി മനുഷ്യനോട് ചോദിക്കുകയാണ്, വനസ്സൽനാ മിനസ് സമാഇ മാഅ, ആകാശത്തു നിന്ന് വെള്ളം ഇറക്കുന്നവൻ നമ്മളാണ്. ഫഅംബത്നാ ബിഹി മിൻ ജന്നാത്തിൻ, ഇവിടെയുള്ള തോപ്പുകളെയും തോട്ടങ്ങളെയും സസ്യങ്ങളെയും ലതാദികളെയും മരങ്ങളെയും മരുപ്പച്ചകളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ക്രമീകരിച്ചത്. അതുകൊണ്ട് ആലോചനയും ബുദ്ധിയുമുള്ള ആളുകളോട് അല്ലാഹുവിന്റെ അധികാരത്തെയും ദൈവനിഷേധത്തെയും എല്ലാം പറയുകയും അല്ലാഹുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവരോട് വിളിച്ചു പറയുവാനുള്ളത്, നിങ്ങൾ നിർണയിക്കുമ്പോഴല്ല, കാലത്തിന് തോന്നുമ്പോൾ മഴ പെയ്യാനുള്ള കാരണം എന്താണ്? ഇന്നലെ നമ്മുടെ സദസ്സിന്റെ ആരംഭ സമയത്ത് നല്ല മഴയാണ്, ഇന്നിവിടെ വെയിലാണ്. ഈ ഋതുഭേദങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ അധികാരം ആരുടെ കയ്യിലാണ്? ഒരുപക്ഷെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ഭരണാധികാരികൾ ഉണ്ടാകാം, സോഷ്യൽ കൺട്രോൾ നടത്തുന്ന ആളുകൾ ഉണ്ടാകാം. അതിന്റെ എല്ലാം ഇടയിൽ അവരുടെയും അവരുടെ അന്തരീക്ഷത്തിന്റെയും ഈ പ്രപഞ്ചത്തിന്റെ ആകമാനം പരമാധികാരം ആരുടെ കയ്യിലാണ്? ആകാശത്തു നിന്ന് പേമാരി ഉതിർന്നു വീഴുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചിന്തിക്കുവാൻ മനുഷ്യനെ മുഴുവനും ആവശ്യപ്പെടുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് തവണ മഴയെക്കുറിച്ച് പറയുകയും വഅംബത്നാ ബിഹി നബാതൻ ഹസന, അല്ലാഹു തആല നല്ല സസ്യങ്ങളെ അതുവഴി മുളപ്പിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് മനുഷ്യനോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. വഹബ്ബൽ ഹസീദ്, കൊയ്തെടുക്കുവാൻ പറ്റുന്ന ധാന്യങ്ങളെ ആരാണു നിങ്ങൾക്ക് നൽകിയത്? വന്നഖ്ല ബാസിഖാതിൻ ലഹാ തൽഉൻ നദീദ്, ഉദിച്ച് കുലച്ച് ഉയർന്ന കൂട്ടം കൂട്ടമായി നിൽക്കുന്ന കാരക്കയും ഈത്തപ്പഴത്തെയും ആരാണ് ക്രമീകരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നമ്മളാണ് നിങ്ങൾക്കിതിനെയെല്ലാം നൽകിയത്. ഓരോ ദിവസവും കോടിക്കണക്കിന് ധാന്യം അല്ലെങ്കിൽ കോടിക്കണക്കിന് പീസ് കാരക്കകൾ വിശ്വാസി ലോകം അവരുടെ വ്രതാനുഷ്ഠാനത്തിൽ നിന്ന് സന്ധ്യാസമയത്ത് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വേണ്ട ലവണങ്ങളെയും ഘടകങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ക്രമീകരിച്ച് ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്ക് നൽകിയത് നമ്മളാണ്. ഇതുപോലെ മരിച്ചുകിടന്ന ഭൂമിയെ ജീവിപ്പിക്കുന്നത് പോലെ, ഇല്ലാത്ത സ്ഥലങ്ങളിൽ തരുക്കളെയും ലതാദികളെയും മുളപ്പിക്കുന്നത് പോലെ, ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കുന്നത് പോലെ, ഇവിടെ നിൽക്കുന്ന പച്ചപ്പുകളെയും അതുപോലെ ഈ അന്തരീക്ഷത്തെയും എല്ലാം ക്രമീകരിച്ചതുപോലെ കദാലിക്കൽ ഖുറൂജ്, ഇങ്ങനെയാണ് മരിച്ചുപോയ മനുഷ്യനെ അവന്റെ ഖബറിടങ്ങളിൽ നിന്ന് പുനർജനിപ്പിക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് മാനവനെ മരണത്തിനു ശേഷം പുനർജന്മം നൽകുക എന്ന സംശയാലുക്കളുടെ മറുപടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോട്ടണിക്കൽ തെളിവുകൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ബഡ് ചെയ്ത പുതിയ സസ്യങ്ങളെ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം.
മാവിന്റെ കൊമ്പിൽ നിന്ന് പ്ലാവിന്റെ സാന്നിധ്യത്തോടെ രണ്ടും കൂടി മിക്സ് ചെയ്ത ഉൽപ്പന്നങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. കൃത്രിമമായി പ്രകൃതിയിൽ വളങ്ങളും ലവണങ്ങളും ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിയിടങ്ങളല്ലാത്ത സ്ഥലങ്ങളെ കൃഷിയിടങ്ങളാക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. എല്ലായിടത്തും ഈ ധാന്യത്തിന് മൂല്യം നൽകുന്നത് ആരാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഉണർത്തുകയാണ്. നമുക്ക് ജീവനുണ്ട്, സസ്യത്തിനും ജീവനുണ്ട്. നമുക്ക് ആത്മാവുണ്ട്, പക്ഷേ സസ്യത്തിന് ആത്മാവില്ല. ആത്മാവില്ലാത്ത ജീവനിലൂടെ താൽക്കാലികമായ വികാരങ്ങളെയും അതുപോലെ തന്നെ ചലനങ്ങളെയും അടയാളപ്പെടുത്താൻ നമ്മുടെ സസ്യത്തിനും മരത്തിനും കഴിയുന്നുണ്ട്. അടുത്ത തടസ്സമുണ്ടെന്നു കണ്ടാൽ വളഞ്ഞു പോകാൻ മരത്തോടാരും പറയേണ്ടതില്ല. ഈ നിലയിൽ സസ്യലതാദികളെ മുഴുവനും നിയന്ത്രിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആരു ധാന്യം നട്ടാലും ഏതളവിൽ എവിടെ മുളക്കണമെന്ന് കൃത്യമായ ക്രമീകരണത്തിന്റെ അധിപൻ. ആ അധിപനാണ് നാളെ നിങ്ങളെ ഓരോരുത്തരെയും ഖബറിടത്തിൽ നിന്ന് പുനർജനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പുനർജന്മത്തിന്റെ പ്രമാണങ്ങളെ പ്രകർഷ്ടമായി വിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഇത്രയും വേഗം പോയത് ഇന്നത്തെ എന്റെ അധ്യായത്തിലേക്ക് കടക്കാനാണ്. എന്നാൽ അള്ളാഹുവിന്റെ ആത്തിക്യത്തെ നിഷേധിക്കുകയും പുനർജന്മത്തിന്റെ പ്രമാണങ്ങളെ നിരാകരിക്കുകയും ചെയ്ത് പുതിയ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ശാസ്ത്രത്തിന്റെ അടിമയാണ്, പുതിയ ജീവിത ചുറ്റുപാടുകളുടെ കീഴിലാണ്. ഇങ്ങനെയെല്ലാം മുന്നോട്ട് പോകുമ്പോ നമ്മൾ മുസ്ലിം സമൂഹം എന്ന് വാദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇസ്ലാമികമായ നിഷ്ഠ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ ആദ്യത്തെ സമുദായമല്ല. നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് പേര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ വിശ്വാസികളായ ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, ദൈവനിഷേധികളായ ആളുകൾ, അള്ളാഹുവിനെ അംഗീകരിച്ചവർ, അവന്റെ അംഗീകാരത്തിനെതിരെ പ്രമാണങ്ങൾ പറഞ്ഞവർ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ അവസാനത്തെ സമുദായമായ നിങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ വിധികൽപ്പനകളെ അംഗീകരിക്കണമെന്ന് പറയുമ്പോ അംഗീകരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന സംശയത്തിന് ചരിത്രത്തിന്റെ ദർശനിയിലൂടെ അല്ലാഹു തആല മറുപടി തരികയാണ്. അതിന്റെ ചില പരാമർശങ്ങളിലേക്ക് അതും വളരെ ഹ്രസ്വമായി കടക്കുവാനേ നമുക്ക് സമയമുള്ളൂ. അല്പം നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മൗലികമായ ഗ്രന്ഥത്തിന്റെ മൗലികതയെ അടയാളപ്പെടുത്താൻ ഖാഫ് എന്നതുകൊണ്ട് തുടങ്ങുകയാണ്. എല്ലാവരെയും ആശ്ചര്യപ്പെടുത്താൻ വ്യാഖ്യാന പർവങ്ങളെയും ചിന്താ തലങ്ങളെയും വിചാരമണ്ഡലങ്ങളെയും ആലോചന മേഖലകളെയും എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഖാഫ് എന്ന ഒരു വാചകത്തിന്റെ ഉള്ളിൽ അതീവ രഹസ്യങ്ങളുടെ ദൈവീക കലവറകളെ ഒരുമിച്ച് വെച്ച സർവാധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പ്രമാണങ്ങളുടെ പ്രവാഹമാണ്, തെളിവുകളുടെ കൂലം കുത്തിയുള്ള ഒഴുക്കാണ്. നിങ്ങളുടെ ഓരോ ചുറ്റുപാടിലേക്കും നിങ്ങൾ ആലോചിക്കുക. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ശാസ്ത്രശാഖകളുണ്ട്. ദ ഫാസ്റ്റസ്റ്റ് ഡെവലപ്പിംഗ് ടു ബ്രാഞ്ചസ് ഓഫ് സയൻസ്. വളരെ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ശാസ്ത്രശാഖകൾ. അത് ഒന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയും മറ്റൊന്ന് ബയോടെക്നോളജിയുമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്നത് ഈ രണ്ട് ശാസ്ത്രശാഖകളാണ്. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 2009 ദ ഇയർ ഓഫ് ആസ്ട്രോണമി എന്നറിയപ്പെടുന്ന വർഷമാണ്, ബഹിരാകാശ വർഷമാണ്. നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർഷം ക്വാണ്ടം സിദ്ധാന്തത്തിന്, കണികാ സിദ്ധാന്തത്തിന് ഒരു നൂറ്റാണ്ട് തികഞ്ഞ കാലമാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പല ഹോസ്പിറ്റലുകളിലും ബയോടെക്നോളജിക്കൽ ഡെവലപ്മെന്റുകൾ വളരെ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം. ഇതിന് രണ്ടിനെയും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരേ ആയത്തിൽ ക്രമീകരിച്ചതായി നമുക്ക് കാണാം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന അന്നഹുൽ ഹഖ്. അല്ലാഹു തആല പറയുകയാണ്, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. നിങ്ങൾക്ക് മണ്ഡലങ്ങളിൽ, പ്ലാനറ്റ്സുകളിൽ, ബഹിരാകാശത്ത്, ഉപരിലോകത്ത്, ഗോളങ്ങളിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണിച്ചു തരും. അതോടൊപ്പം പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഫീ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളിലും, നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരും. ഹത്താ യതബയ്യന അന്നഹുൽ ഹഖ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ അസ്തിത്വത്തിന്റെ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ. ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് ഞാൻ കടന്നാൽ നമ്മുടെ സൂറത്തുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ എല്ലാ തലങ്ങളിലും പ്രമാണത്തിന്റെ പാരാവാരങ്ങളെ കോർത്തിണക്കി വെച്ചിട്ട് ആലോചനയുടെ തലങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ നിങ്ങളൊക്കെ നിഷേധിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണ്.
അല്ലാഹു തആല ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, പക്ഷേ വിശ്വാസത്തിനനുസൃതമായി പെരുമാറാൻ നമുക്ക് കഴിയുന്നില്ല. അള്ളാഹുവിന്റെ മതത്തിന്റെ അനുയായിയാണെന്ന് വാദിക്കുന്നു, പക്ഷേ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് താക്കീദിന്റെ മറുപടി പരിശുദ്ധമായ ഖുർആൻ നൽകുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധമായ സൂറത്ത് ഖാഫ് തുടരുന്നു. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വഅസ്ഹാബുർ റസ്സി വസമൂദ്. നിങ്ങൾ ഇന്ന് അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ പ്രമാണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങളുടെ മുമ്പ് കുറെ തലമുറകൾ ഇതുപോലെ നിഷേധികളായി കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ അവസ്ഥകൾ നിങ്ങൾ ആലോചിക്കണം. അതാരൊക്കെയാണ്? ഖൗമു നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്നു. സൂറത്ത് നൂഹ് എന്നൊരു അധ്യായം പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ആ സൂറത്ത് നൂഹ് തുടങ്ങുന്നത് ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. എന്നിട്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തെ മറ്റുള്ള ആരാധനകളിൽ നിന്നും ദൈവികമായ അബദ്ധസങ്കല്പങ്ങളിൽ നിന്നും മുഴുവൻ തൗഹീദിലേക്ക് വിളിച്ചു. എന്നിട്ട് മഹാനവർകൾ പറയുകയാണ്, ഇത് മാത്രം പറഞ്ഞ സൂറത്ത് നൂഹിന്റെ വ്യാഖ്യാനം പറയേണ്ടി വരും. മറ്റു സ്ഥലങ്ങളിൽ പരന്നു കിടക്കുന്ന ആലു ഇമ്രാനിലും അതുപോലെ തന്നെ അറാഫിലും ഒക്കെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് കടന്നുപോയാൽ ആ ഒരു വിഷയമായി മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നു, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. അല്ലാഹുവേ, പകലുകൾ എന്റെ സമൂഹത്തോട് ഞാൻ വിളിച്ചു. 950 കൊല്ലം പ്രബോധനത്തിന്റെ വീതിയിൽ ഞാൻ നിറഞ്ഞു നിന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, നിങ്ങൾ അല്ലാഹുവിന്റെ ശരിയായ മതത്തിലേക്ക് വരണം എന്ന് ആവർത്തിച്ചവരെ ഞാൻ വിളിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഞാൻ അവരെ വിളിക്കുന്തോറും അവർ ഓടുകയായിരുന്നു. പലിശ വാങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ അവർ വാങ്ങാൻ പോയി. അതുപോലെ തന്നെ അന്യ സ്ത്രീകളുമായി അവിഹിതമായി ഇടപെടരുതെന്ന് പറഞ്ഞപ്പോൾ അവരതിലേക്ക് ഇടപെടാൻ പോയി. അങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ മതത്തിന്റെ നിലനിൽപ്പുകളെയും അസ്തിത്വങ്ങളെയും അവിടുന്ന് ചോദ്യം ചെയ്തുകൊണ്ട് അവരെ മുന്നോട്ട് പോയി. എന്നാൽ അവസാനം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലത്തെ വിശാലമായ ദഅവത്തിന്റെ പരിസമാപ്തിയിൽ അവസാനം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ തൗഹീദിലേക്ക് ആളുകളെ വിളിച്ച് അവസാനം അവര് നിയന്ത്രണത്തിന്റെ പരിധിയിൽ നിൽക്കുന്നില്ല. 950 കൊല്ലത്തെ പ്രബോധനത്തിന്റെ പരിസമാപ്തിയിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വഖാല നൂഹുൻ റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, ഭൗമലോകത്ത് ഒരൊറ്റ മനുഷ്യനെയും എന്റെ സമുദായത്തിൽ നിന്ന് വെച്ചേക്കേണ്ടതില്ല. എന്റെ സമുദായത്തിലെ സത്യനിഷേധികളെ ഇനി ആവശ്യമില്ല. കേവലം ഇത് കരുണയില്ലാത്തൊരു പെരുമാറ്റമായി ചിലപ്പോ തോന്നിയേക്കാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ വിശദീകരണം പറയുന്നു, കരുണയില്ലാഞ്ഞിട്ടല്ല, 1000 കൊല്ലത്തോളം അവരുടെ പിന്നിൽ നടന്ന് സിർറൻ വജിഹാറാ, രഹസ്യവും പരസ്യവുമായി ഞാൻ അവരോട് പ്രബോധനം നടത്തി നോക്കി. എന്നിട്ട് അവിടെ ഒന്നും കണ്ടില്ല. അവരെന്റെ പിന്നിൽ വരാൻ തയ്യാറായില്ല. ഇല്ല ഫിറാറ, അവർ ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവേ, നീ അവരെ നശിപ്പിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന അബദ്ധം എന്താണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവേ, നീ അവരെ ഇനി ഇവിടെ അവശേഷിപ്പിച്ചാൽ അവർ ലോക ജനതകൾക്ക് മുഴുവനും ശാപമായി മാറും. അതുകൊണ്ട് അവരെ നീ വെച്ചേക്കല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംബോധനം പറയുകയാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. അല്ലാഹുവേ, അങ്ങനെ അവരെ ഭൂമി ലോകത്ത് വെച്ചാൽ ഇനി അവരുടെ പരമ്പരയായി വരുന്നവർ മുഴുവനും നിഷേധികളായിരിക്കും. അതുപോലെ തന്നെ നിന്റെ അടിമകളെ മുഴുവനും അബദ്ധത്തിലേക്ക് അവർ കൊണ്ടുപോകും. അതുകൊണ്ട് അവരെ വെച്ചേക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മുഴുവനും അള്ളാഹുവിൽ നിന്ന് ശാപത്തിന്റെ വാക്കുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ സമുദായത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ദുആ ചെയ്തപ്പോൾ ഫാസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, അവരുടെ ഭവനങ്ങളുടെ ഉള്ളിൽ അവര് ശവങ്ങളായി അവശേഷിക്കുന്നു. അല്ലെങ്കിൽ പിൽക്കാലത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രബോധനം നടത്തിയപ്പോൾ ക്ഷണിക്കുന്ന സമയത്ത് അവരെ കളിയാക്കി. എന്താ നൂഹേ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു.
അവസാനം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിലൂടെ രക്ഷപ്പെടാനും തന്റെ സമുദായത്തിലേക്ക് ശിക്ഷയിറക്കാനും ആവശ്യപ്പെട്ടപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല പറഞ്ഞു, അനിസ്നഇൽ ഫുൽക, ഒരു പേടകമുണ്ടാക്കുക, ഒരു കപ്പലുണ്ടാക്കുക. അപ്പോഴേക്ക് ഈ സത്യനിഷേധികൾ പറഞ്ഞു, ഇന്നലെ വരെ പ്രവാചകത്വം വാദിച്ചു, ഇപ്പോഴാശാരിയായി മാറിയോ? നൂഹ് നബി അലൈഹി സ്വലാം ക്ഷമിച്ചു, എതിർത്തില്ല. അവസാനം കപ്പലിന്റെ പണി പൂർത്തിയായി. അള്ളാഹുവിന്റെ നേരിട്ടുള്ള ഇലാഹി നിയന്ത്രണത്തിൽ കപ്പലിന്റെ പണി പൂർത്തിയായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വെള്ളപ്പൊക്കത്തിലൂടെ ഈ സമൂഹത്തെ നശിപ്പിച്ചു. നൂഹ് നബി അലൈഹി സ്വലാമും വിശ്വാസികളും അതുപോലെ തന്നെ ലോകത്തുള്ള ജന്തുജാലങ്ങളുടെ എല്ലാ ഇണകളും അതിലൊരു ജോഡിയായി അതിന്റെ ഉള്ളിൽ കൂടി. ബാക്കി എല്ലാവരും നശിച്ചു. തൂഫാനുൻ ബലഗ ഖിമമൽ ജിബാൽ, പർവ്വതങ്ങളുടെ ഉച്ചത്തായി വരെ ഉയർന്ന ജലപ്രവാഹം. വെള്ളപ്പൊക്കം കൊണ്ട് മലകൾ മുഴുവനും മൂടിപ്പോയി. അതിന്റെ മേലെ കൂടിയാണ് ജൂതി പർവ്വതത്തിന്റെ ചാരത്തേക്ക് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തുന്നത്. ഇത് പറയുമ്പോൾ ഇന്ത്യയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, the derivation of Indus Valley civilization from the Sumerian civilization, സാമുബിന് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പേരിലാണ് സുമേറിയൻ സംസ്കാരമുള്ളത്. ആ സുമേറിയൻ സംസ്കാരത്തിൽ നിന്നാണ് സിന്ധു നദീതട സംസ്കാരമുള്ളത്. ലോക സംസ്കാരങ്ങളുടെയും നാഗരികതകളുടെയും എല്ലാം അടിത്തറ എത്തിപ്പെടുന്നത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സംസ്കാരത്തിലേക്കാണ്. നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടുന്ന നാഗരികതയുടെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻസ്, ഹിസ്റ്ററി ഓഫ് കൾച്ചർ, ഇതിലെല്ലാം വ്യക്തമായി പറയുന്നതായി കാണാം. നോഹ പ്രവാചകന്റെ മകനായിരുന്ന സാം എന്ന് പറയുന്ന മകനിലേക്ക് എത്തിപ്പെടുന്ന ചരിത്രമാണ് നാഗരികതകൾക്ക് തുടങ്ങി പറയാനുള്ളത്. അപ്പൊ ഇന്ത്യയുടെ ചരിത്രമായി നാം പഠിച്ചു തുടങ്ങുന്ന സിന്ധു നദീതട സംസ്കാരം രൂപം കൊണ്ട സുമേറിയൻ സിവിലൈസേഷൻ, അവരിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും തൗഹീദിനെയും പ്രമാണങ്ങളെയും നിഷേധിച്ചതിന്റെ പേരിൽ അവർക്ക് സംഭവിച്ച അബദ്ധം എത്ര വലുതായിരുന്നു. നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഒരധ്യായം തന്നെ അതിനു വേണ്ടി വെച്ചിരിക്കുകയാണ്. അള്ളാഹു തആല പറയുകയാണ്, കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വഅസ്ഹാബുർ റസ്, റസ്സുകാരായ ആളുകൾ, കിണറിന്റെ സമൂഹം എന്നറിയപ്പെടുന്ന ആളുകൾ, അവരും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അവർ നിഷേധിച്ചു. അള്ളാഹു തആല നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ അവർ നിസ്കരിച്ചില്ല. അള്ളാഹു നോമ്പെടുക്കാൻ പറഞ്ഞപ്പോൾ അവരെടുത്തില്ല. അനുഷ്ഠാനങ്ങളെയും ആരാധനകളെയും വിശ്വാസങ്ങളെയും അവർ തൃണവത്ഗണിച്ചു. അവിടുന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വഖീല അസ്ഹാബുൽ ഉഖ്ദൂദ്, ഈ സമൂഹത്തെ തന്നെയാണ് അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയപ്പെടുന്നത്. അഥവാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിക പ്രബോധനവുമായി പ്രവാചകന്മാര് കടന്നു വന്നപ്പോൾ ഹൻളലത്ത് ബിൻ സഫ്വാൻ എന്ന് പറയുന്ന പ്രവാചകനായിരുന്നു ആ സമൂഹത്തിലേക്ക് വന്നത് എന്ന് ഒരുപറ്റം മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അവരിലേക്ക് വന്ന സമൂഹത്തെ മുഴുവനും ഈമാനിലേക്ക് വിളിച്ചു. അവർ തയ്യാറായില്ല. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു കുട്ടിയുണ്ടല്ലോ, ഹദീസിന്റെ പാഠത്തിൽ പഠിക്കുന്ന അബ്ദുല്ലാഹി താമിർ എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടി ആ സമൂഹത്തിൽപ്പെട്ട കുട്ടിയായിരുന്നു. അഥവാ രാജകൊട്ടാരത്തിലേക്ക് മാരണം പഠിക്കാൻ പോകുന്ന വഴിയിൽ ഒരു വൈജ്ഞാനിക പാതിരിയുമായി പരിചയപ്പെടുന്നു ഈ കുട്ടി. അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ ആകൃഷ്ടനാകുന്നു. മന്ത്രി കസേരകളിൽ ഇരുന്നു കൊണ്ട് മന്ത്രം ജപിച്ചു കൊടുക്കേണ്ട ജ്യോത്സ്യന്മാരുടെ പട്ടികയിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ തലത്തിലേക്ക് കടന്നു വരാൻ കുട്ടിക്ക് ഭാഗ്യമുണ്ടായി. അവസാന കുട്ടിയുടെ മതാശ്ലേഷം രാജാവ് അറിഞ്ഞു. ചരിത്രം നിങ്ങൾക്കറിയുന്നത് കൊണ്ട് നീട്ടുകയല്ല. അവസാനം ഈ കുട്ടി ആരുടെ കയ്യിലാണ് സത്യമെന്നറിയാൻ പാതിരിയുടെയും മാരണക്കാരന്റെയും ചിന്തകൾക്കിടയിൽ ഒരു തുലന പഠനം നടത്തി. അവസാനം മനസ്സിലാക്കാൻ കഴിഞ്ഞു, സത്യം ഈ പറയുന്ന പാതിരിയുടെ കയ്യിലാണ്, അഥവാ മതപണ്ഡിതന്റെ കയ്യിലാണ്. അങ്ങനെ ആ സത്യത്തെ അനുധാവനം ചെയ്തു. കൊട്ടാരത്തിൽ തീരുമാനമെടുത്തു ഈ കുട്ടിയെ മതത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ. കുട്ടി തയ്യാറായില്ല. അവസാനം ആ കുട്ടിയെ നശിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ കൊണ്ടുപോയി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഉരുട്ടിക്കളയാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടു പോയി. സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കിക്കളയാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടു പോയി. അവസാനം ഇവർ ഈ കുട്ടിയെ കൊല്ലാൻ പെടുന്ന പാട് കണ്ട് കുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വധിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ തന്നെ അതിനൊരു ഉപാധി പറഞ്ഞു തരാം. അങ്ങനെ ഈ കുട്ടി അവിടുന്ന് സമൂഹത്തോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു മൈതാനിയുടെ നടുവിൽ ഒരു ഉയർന്ന സ്ഥലത്ത് തന്നെ നിർത്തിയിട്ട് എന്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്ത് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബിനെ തന്നെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നാമത്തിൽ നിങ്ങൾ അമ്പെയ്യുക, എന്നാൽ എനിക്ക് മരിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്.
താൻ ഷഹീദായാലും ഈ സമുദായം തൗഹീദിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അബ്ദുല്ലാഹി താമിർ എന്ന് പറയുന്ന ബാലൻ സമൂഹത്തിന്റെ നടുവിൽ, വിശാലമായ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടിയ സമുദായത്തിന്റെ നടുവിൽ ഉയർന്നു നിൽക്കുകയാണ്. ആ കുട്ടിയുടെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്ത് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞുകൊണ്ട് നെയ്തപ്പോഴേക്ക് കുട്ടിയുടെ നെറ്റിയിൽ വന്ന് പതിച്ചു. കുട്ടി അവിടെ ബോധരഹിതനായി വീണു. സമൂഹം മുഴുവനും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ രക്ഷിതാവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നു. രാജാവിന് പ്രതികാരമായി പോയി, സമൂഹത്തിന് തിരിച്ചടിയായി പോയി. അവിടുത്തെ അധികാര കേന്ദ്രങ്ങൾ വിശ്വാസികളുടെ ഈ മൈതാനത്തിനു ചുറ്റിലും വലിയ അഗ്നികുണ്ഡാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ മതത്തെ അംഗീകരിക്കുന്നവരെ മുഴുവനും ചുട്ടുകളയാൻ തീരുമാനിച്ചു. അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്, ഖുർആൻ പറയുകയാണ്. അങ്ങനെ ചുട്ടുകൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞു വിട്ട്, നിങ്ങൾ കുട്ടിയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ? എന്നാൽ തീയിലേക്ക്. ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ? എന്നാൽ സ്വാതന്ത്ര്യം. അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചോര പൈതലിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഒരു മാതാവ് കടന്നു വരുന്നു. ആ മാതാവ് ആരാണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസിന്റെ ഇടയിൽ ഞാൻ പരാമർശിക്കും. ഈ കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് വരുമ്പോ അവിടുന്ന് മാതാവിനൊരു നിമിഷം തോന്നിപ്പോയി, അല്ല, ഈ കുഞ്ഞിനെ കൂടി തീയിലേക്ക് ഇടണമോ, അതല്ല തൽക്കാലം ഒന്ന് മതം മാറണമോ? അപ്പോഴാണ് സംസാരിക്കാൻ പ്രായമാകാത്ത ചോര പൈതൽ ഒക്കത്തിരുന്നുകൊണ്ട് പറയുന്നു, ഉമ്മ, ഈ അഗ്നിയിലേക്ക് ചാടിയാൽ നരകത്തിന്റെ തീ നമുക്ക് സ്പർശിക്കേണ്ടി വരില്ല, നമുക്ക് പോകാം. അങ്ങനെ ചെറിയ പ്രായത്തിൽ സംസാരിച്ച കുട്ടികളിൽ ഒരാൾ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ മുമ്പിലുള്ള കുട്ടിയാണ്. ആ സമൂഹത്തെ മുഴുവനെ തൗഹീദിലേക്ക് വിളിച്ച അബ്ദുല്ലാഹി താമിർ എന്ന് പറയുന്ന കുട്ടിയുടെ ജനാസ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു. നബി തങ്ങളുടെ മുമ്പുള്ള സമുദായത്തിൽപ്പെട്ടതാണ് ആ കുട്ടി, ഇസ്രായേലിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇസ്രായേലിയരുടെ ഒരു ഉപശാഖയിൽപ്പെട്ടതാണ്. ആ കുട്ടിയുടെ മരണം കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലം കഴിഞ്ഞ്, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ആ കുട്ടിയുടെ ജനാസ കണ്ടെടുക്കാൻ കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് മെസ്സേജ് വന്നു, ആ കുട്ടി അതാ ഖബറിൽ കിടക്കുകയാണ്. ഉടനെ അവിടുന്ന് ആ കുട്ടിയുടെ കൈ നെറ്റിത്തടത്തിലേക്ക് അമർത്തി വച്ചിരിക്കുന്നു. ആ കൈ മെല്ലെ ഒന്ന് മാറ്റിയപ്പോൾ രക്തം വാർന്നു വരുന്നു. കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ, ഷഹീദായി പോയ തൗഹീദിന്റെ രക്തസാക്ഷി ഇപ്പോഴും പച്ചപ്പുള്ള ശരീരത്തോടെ അതാ കിടക്കുകയാണ് ഖബറിൽ. ആ കൈ അങ്ങ് മടക്കി വിട്ടാൽ, കൈ അകറ്റിപ്പിടിച്ചാൽ രക്തം വാർന്നു വരുന്നു. കൈ വിട്ടുകളഞ്ഞാൽ യാന്ത്രികമായി അവിടേക്ക് തന്നെ മടങ്ങുന്നു. രക്തം പിന്നെ വാർന്നു വരുന്നില്ല. അത്രയും ജീവനോട് ഖബറിൽ കിടന്ന അബ്ദുല്ലാഹി താമിർ എന്ന തൗഹീദിന്റെ രക്തസാക്ഷി, അതാണ് അസ്ഹാബുൽ ഉഖ്ദൂദ് ഓർമ്മപ്പെടുത്തുന്നത്. ഏതായാലും ആ സമൂഹത്തെ മുഴുവനും നശിപ്പിച്ചില്ലയോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? ഖുർആൻ ഇവിടെ അതാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കാൾ വലിയ ശാരീരിക മിടിപ്പുള്ളവരായിരുന്നു, അധികാരത്തിന്റെ കേന്ദ്രങ്ങൾ കയ്യിലുള്ളവരായിരുന്നു. പക്ഷേ അള്ളാഹുവിനെ നിഷേധിക്കുകയും അവന്റെ വിധിവിലക്കുകളെ നിരാകരിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് വന്ന വിഷമമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءكم بينة من ربكم هذه ناقة الله لكم آية فذروها تأكل في الأرض في أرض الله ولا تمسوها بسوء فيأخذكم عذاب أليم. ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ ഒട്ടകത്തെ നിങ്ങൾ അങ്ങ് വിട്ടേക്കുക. വിട്ടുകഴിഞ്ഞാലോ അത് ഭൂമിയിലൂടെ മേഞ്ഞു നടന്നോട്ടെ, അതിനെ നിങ്ങൾ തൊടാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. പക്ഷേ അല്ലാഹു തആല എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞതിനെ എടുത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകുന്ന വഴിയിൽ മദാഇൻ സ്വാലിഹ് എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങി സ്വഹാബത്തിന്റെ കൂടെ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ സ്വഹാബികളെ, ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? എന്റെ മുൻഗാമിയായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ സമൂഹത്തിന് ശിക്ഷ ലഭിച്ച സ്ഥലമാണ്. അവരുടെ നിഷേധത്തിന്റെ പരിണിതിയായി അള്ളാഹുവിന്റെ ശിക്ഷയുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിനും സാന്നിധ്യം വഹിച്ച ഭൂമിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞ് കുറെ സമയം അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു.
മാത്രമല്ല അവസാന സഹാബത്തിനോട് പറയുന്നു, ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഭൂമിയല്ല, അള്ളാഹുവിന്റെ പരീക്ഷണം ഒരുപാട് കടന്നു വന്ന ഭൂമിയാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ നിൽക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിനോട് കാവൽ തേടിയിട്ട് ഇവിടുന്ന് നമുക്ക് പുറപ്പെടാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകവുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ ഇന്നും നമുക്ക് സ്വലാലയിൽ കാണാം, അതുപോലെ തന്നെ സഊദിയിൽ കാണാം. പല സ്ഥലങ്ങളിലും ഇതുപോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ കഴിഞ്ഞുപോയവരുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെയും മുൻഗാമികളായ തലമുറകളുടെ പതനത്തിന്റെയും 1000 സൂചനകൾ കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിങ്ങളെക്കാൾ മല്ലന്മാരും ആരോഗ്യവാന്മാരും ആയുസ്സുള്ളവരുമായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, അവരുടെ പതനത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ലേ? ഖുർആൻ ചോദിക്കുകയാണ്. പിന്നെയും വരുന്നു, ആദ് ഗോത്രത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ലേ? ഇതെല്ലാം ഒരുപാട് വിശദാംശങ്ങൾ അർഹിക്കുന്നതാണ്. മുഫസ്സിറുകൾ 100 കണക്കിന് പേജുകൾ ഈ ഗോത്രങ്ങളെയും അവരുടെ ചരിത്രങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആലിമീങ്ങൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും പരിചയമുള്ളതാണ്. പക്ഷേ കൂടുതൽ വിസ്തരിക്കാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. അപ്പോൾ ഓരോ ഗോത്രത്തിന്റെയും കഥകൾ എടുത്ത് പറയുകയാണ്. ആദ് ഗോത്രത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അറബ് ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം അറിയുന്നത് ആദ് സമൂഹത്തെ കുറിച്ചാണ്. അറബികൾക്കെല്ലാം അറിയാം, ആദ് എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് കളിക്കുന്ന കുട്ടികൾക്കും ആദ് ഗോത്രത്തെ കുറിച്ചുള്ള കഥകൾ കേട്ട് പരിചയമുണ്ട്. അതുകൊണ്ട് അവർ പറയും, നമ്മുടെ മുൻഗാമികളായ ഒരു ഗോത്രമുണ്ടായിരുന്നു, അവരിങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു എന്നവരുടെ ചരിത്രം പറയാൻ അവർക്കറിയും. ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അയച്ചു കൊടുത്തു അല്ലാഹു തആല, അള്ളാഹുവിന്റെ ശരിയായ മാർഗത്തിലേക്ക് വിളിക്കാൻ. അല്ല, നിങ്ങൾ എന്തേ അള്ളാഹുവിന്റെ ശരിയായ വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടക്കുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആദ് സമുദായം ഉൾക്കൊള്ളുന്ന പ്രദേശം യമനിന്റെയും യമാമയുടെയും ഹിജാസിന്റെയും തലങ്ങൾ മുഴുവനും ഉൾക്കൊണ്ട സ്ഥലത്ത് അർ-റുബുൽ ഖാലി എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ആ ആദ് സമുദായത്തിന്റെ ചരിത്രമുള്ളത്. ഇന്നും മക്കയിൽ ചെന്നാൽ തൻഈമിലേക്ക് പോകുന്ന വഴിയിൽ മത്ഹഫ് മക്ക എന്ന് പറയുന്ന ഒരു മ്യൂസിയം ഉണ്ട്. റുബുൽ ഖാലിയിൽ നിന്ന് കുഴിച്ചെടുത്ത കല്ലുകൾ, അവിടെയുള്ള ശിലാഫലകങ്ങൾ, അവിടെ എഴുതി വെച്ചിരുന്ന ചിത്രങ്ങൾ, അതെല്ലാം ഇന്നും നമുക്ക് അവിടെ കാണാവുന്നതാണ്. അർ-റുബുൽ ഖാലി എന്ന പേരിൽ പഴയ കാലത്തുനിന്ന് മഹാന്മാരായ ആളുകൾ എഴുതിയിരുന്ന ആലേഖനങ്ങളെയും ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകത്തെ ധ്വനിപ്പിക്കുന്ന ഒട്ടകത്തിന്റെ ചിത്രീകരണവും എല്ലാം ഉൾക്കൊണ്ട ശിലകൾ ഇന്നും സൗദി അറേബ്യൻ ഗവൺമെന്റ് അർ-റുബുൽ ഖാലിയിൽ നിന്ന് കുഴിച്ചെടുത്തു കൊണ്ടുവന്ന് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കണ്ടവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇനി പോകുന്നവർക്ക് കാണാം. തൻഈമിലേക്ക് പോകുന്ന വഴിയിലാണ് അവിടെ ആ മ്യൂസിയം ഉള്ളത്. എപ്പോഴും തുറന്ന് കാണാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇതുപോലെ കഴിഞ്ഞുപോയ തലമുറകളുടെ പ്രമാണങ്ങൾ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ട് ചോദിക്കുന്നു, ആ ആദ് ഗോത്രത്തിന്റെ പതനം നിങ്ങൾ ആലോചിക്കുന്നില്ലയോ? ഇന്ന് നമ്മളുടെ സമ്മിശ്ര സമൂഹത്തിൽ നമ്മുടെ ഇടയിലേക്ക് മറ്റു പല മതക്കാരുടെയും ആരാധനകളും ആചാരങ്ങളും അറിഞ്ഞോ അറിയാതെയോ കടന്നു വരികയാണ്. ഒരു സഹോദരൻ എന്ന് പറയുകയുണ്ടായി, ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോ ഇന്നലെ നമ്മുടെ മുസ്ലിം ഭവനങ്ങളിൽ റമളാനിനാണോ പ്രാധാന്യം, അതല്ല ഉച്ചയൂണിനാണോ പ്രാധാന്യം എന്ന് സംശയിക്കേണ്ട ഗതികേട് നമ്മുടെ പരിസരങ്ങളിൽ പോലും ഉണ്ട് എന്നറിയാൻ കഴിയുമ്പോൾ വേദനിക്കുകയാണ്. അവരോടാണ് ഖുർആൻ പറയുന്നത്, കദ്ദബത ഖബ്ലഹും ഖൗമു നൂഹിൻ വഅസ്ഹാബുർ റസ്സി വസമൂദ്. മുൻഗാമികളായ നിങ്ങളെക്കാൾ വലിയ മല്ലന്മാർ അവരുടെ കയ്യിലേക്ക് അള്ളാഹുവിന്റെ പണവും അനുഗ്രഹവും ആശീർവാദവും എത്തിയപ്പോൾ അതുകൊണ്ട് അവർ മറന്നു കളഞ്ഞു, അവരുടെ ജീവിതത്തെ അവർ പണയം വെച്ചു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനോട് നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കുക. ഫിർഔൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവിടെ ഫറോവയുടെ സമുദായത്തെ അല്ല, ഫറോവ എന്ന് പറയുന്ന കിങ്കരനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനു മുമ്പ് പറഞ്ഞതെല്ലാം ഗോത്രങ്ങളെയാണ്. അതേ സമയത്ത് ഫിർഔൻ, അതിനു മുമ്പ് പറഞ്ഞ സമൂദ് ഗോത്രമാണ്, ആദ് ഗോത്രമാണ്. എന്നാൽ ഇനി പറയുന്നത് ഫറോവ എന്ന് പറയുന്ന ചക്രവർത്തിയെയാണ്. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അമ്പിയാക്കന്മാർക്കെതിരെ മൂസാ നബി അലൈഹി ഇസ്ലാമിനും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനുമെതിരെ രംഗത്തിറങ്ങിയ ഫറോവയെ നിങ്ങൾക്കറിയില്ലേ? അയാളുടെ ജഡം ഇന്ന് സൂക്ഷിക്കപ്പെട്ടിട്ടില്ലേ? നമ്മുടെ ക്ലാസ് ഇതൊക്കെ കാണിച്ചുകൂടി സംവിധാനിക്കാൻ ഇൻഷാ അല്ലാഹ് വരും റമദാനുകളിൽ ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. കാരണം അത്രയും കൂടി ഇതിന്റെ പ്രമാണങ്ങളെ കൂടി കാണിക്കാൻ, ഓരോന്നിന്റെയും ജിയോഗ്രഫിക്കൽ ഏരിയകൾ, അതുപോലെ തന്നെ ലോകത്ത് ആദ് സമൂഹം ജീവിച്ചിരുന്ന സ്ഥലം ഏതാണ്, സമൂദ് ഗോത്രത്തിന്റെ സ്ഥലങ്ങൾ ഏതാണ്,
എല്ലാം എന്റെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിലും പക്ഷേ കാണിച്ചു കൊടുക്കുവാൻ മതിയായ സംവിധാനങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നതാണ്. ചുരുക്കി പറയട്ടെ, അത്രയും ഗംഭീരമായി ആ ഗോത്രങ്ങളുടെ ചരിത്രം ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അവരുടെ കഥ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഫറോവ എന്ന് പറയുന്ന ചക്രവർത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ദാസനെതിരെ സമരം ചെയ്തു. ഇത് ഫറഖ്നാ ബികുമുൽ ബഹർ, സമുദ്രത്തെ നൈൽ നദിയെ രണ്ടായി കീറി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് കടന്നുപോയി. ഫറോവ എന്ന് പറയുന്ന കിങ്കരനായ ചക്രവർത്തി അതിന്റെ ഉള്ളിൽ വീണ് അസ്തമിക്കുകയായിരുന്നു. അതിനേക്കാൾ വലുതാണോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പുത്തൻ പണവും ഗൾഫ് സംസ്കാരവും ഫറോവമാരെ പോലും വെല്ലുവിളിക്കാൻ നിങ്ങൾ തയ്യാറായി പോയോ? അതാണ് ഖുർആനിന്റെ ചോദ്യം. നിങ്ങൾ ഫറോവമാരെ മറന്നുപോയോ? പണ്ട് കാലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന പിതാക്കന്മാർ അന്ന് പള്ളിയിൽ പോയി തറാവീഹ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തു, പടച്ചവനെ എന്റെ മകനെ നീ നിഅമത്ത് കൊടുക്കണേ അല്ലാഹ്. ആ ദുആക്ക് ഇജാബത്ത് കിട്ടിയപ്പോൾ നമ്മൾ ഗൾഫിലേക്ക് കയറി. പണം കിട്ടിയപ്പോൾ നമ്മൾ വാപ്പയെ മറന്നു, വാപ്പാന്റെ സംസ്കാരത്തെ മറന്നു, മതത്തെ മറന്നു, മതത്തിന്റെ നിയമങ്ങളെ മറന്നു, പള്ളി മറന്നു, ഇസ്ലാമിക നിഷ്ഠകളെ മറന്നു. എന്നാൽ നിങ്ങൾ ഫറോവമാരെ പോലെ ആയിട്ടുണ്ടോ എന്നാണ് ഖുർആനിന്റെ ഈ ഭാഷയുടെ ശൈലി. നിങ്ങൾ ആ ഫറോവമാരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ലേ? നിങ്ങൾ എത്ര വലിയ മുതലാളിയാണെങ്കിലും കൊമ്പനാണെങ്കിലും വമ്പനാണെങ്കിലും പ്രപഞ്ചാധികാരിയായ അള്ളാഹുവിന്റെ നിയമത്തെ നിഷേധിക്കുന്നവൻ നാളെ പ്രതിക്കൂട്ടിലെത്തുക തന്നെ ചെയ്യും. അതാണ് ഖുർആൻ പറയുന്നത്. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കൂട്ടുകാർ, അഥവാ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമുദായം, ആ സമുദായത്തെ നശിപ്പിച്ച കഥയും നിങ്ങൾക്കറിയില്ലയോ? സമകാലികമായി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമുമായി ആ സമുദായത്തിന്റെ സംഭവങ്ങൾ ഈ കാലഘട്ടത്തിലെ ചില നീക്കുപോക്കുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രസക്തിയോടുകൂടി പറയേണ്ടതാണ്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ഹൂദിൽ ഈ വിഷയം പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൂദിലെ പരാമർശങ്ങൾ പലതും വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളായ ഇമാമുകൾ ഇതിന്റെ കാഴ്ചപ്പാടുകളും സമകാലിക സംഭവങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും എണ്ണി നമ്മൾ കൂടുതൽ പറയേണ്ടതാണ്. സൂറത്ത് ഹൂദിലെ 77 മുതലുള്ള ആയത്തുകൾ അതിലേക്കാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തെ മുഴുവൻ തൗഹീദിലേക്ക് വിളിച്ചു. തൗഹീദിലേക്ക് വിളിച്ചപ്പോൾ അവർക്ക് പ്രകൃതി വിരുദ്ധമായ ലൈംഗിക വിചാരങ്ങൾ അവരുടെ ഒരു ആപത്തായിരുന്നു, അവരുടെ ശൈലിയായിരുന്നു. അവസാനം നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സന്ദർശിക്കാൻ വേണ്ടി സുന്ദരന്മാരായ ആൺകുട്ടികളുടെ രൂപത്തിൽ വന്ന മഹത്തുക്കളായ മാലാഖമാരെ പോലും അവർ വെറുതെ വിടാൻ തയ്യാറായില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുകയാണ്, അല്ലയോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒഴിഞ്ഞുകൂടെ? വലമ്മാ ജാഅത് റുസുലുനാ ലൂത്തൻ സീഅ ബിഹിം വളാഖ ബിഹിം ദർഅൻ വഖാല ഹാദാ യൗമുൻ അസീബ്. അതാ സുന്ദരന്മാരായ ആൺകുട്ടികളുടെ രൂപത്തിൽ മാലാഖമാർ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് പറയുകയാണ്, യാ ഖൗമി ഹൗലാഇ ബനാതി ഹുന്ന അത്ഹറു ലക്കും ഫത്തഖുല്ലാഹ ലാ തുഖ്സൂന ഫീ ലൈഫി അലൈസ മിൻകും റജുലുർ റശീദ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പെൺമക്കളെ, ഈ സമുദായത്തിലെ പെൺകുട്ടികളെ നിങ്ങൾക്ക് കെട്ടിച്ചു തരാം. നിങ്ങൾ എന്തിനാണ് ഈ ആൺകുട്ടികളുടെ പിന്നിൽ പോകുന്നത്? അല്ലയോ പുരുഷന്മാരെ, നിങ്ങൾക്ക് വൈകാരികമായി അനുവദിക്കപ്പെട്ട രീതിയിൽ ശമിപ്പിക്കുവാൻ അല്ലാഹു തആല സംവിധാനം നൽകിയിട്ടില്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ ഈ പുരുഷന്മാരുടെ കൂടെ പോകുന്നത്? ഉടനെ അവർ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഖാലൂ ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്ഖിൻ വഇന്നക ലതഅലമു മാ നുരീദ്. ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞങ്ങൾക്ക് പെൺകുട്ടികളെ വേണ്ട. നിങ്ങൾ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു തന്നാൽ ഞങ്ങൾക്കത് ആവശ്യമില്ല. സ്വവർഗരതിയുടെ സമുദായത്തിന്റെ അധപ്പതനത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ നീതിപീഠങ്ങൾ അനുമതി കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തേക്ക് അപശബ്ദമായ അദാബിനെ വിളിച്ചു വരുത്താൻ പോവുകയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായം അവരാരായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അവിടുന്ന് ട്രാൻസ് ജോർദാൻ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഇറാഖിന്റെയും ഫലസ്തീനിന്റെയും ഇടയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദൂം എന്ന പേരിൽ ബൈബിൾ പരിചയപ്പെടുത്തുന്ന സ്ഥലത്തായിരുന്നു ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായം ഉണ്ടായിരുന്നത്. അവിടെയാണ് ചാവുകളിലുള്ളത്. മാത്രമല്ല തൽമൂദ് എന്ന് പറയുന്ന ജൂതന്മാരുടെ വേദത്തിൽ പറയുന്നത് കാണാം,
4 നഗരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരുപാട് പൂന്തോട്ടങ്ങളും ആനുകൂല്യങ്ങളുമുള്ള സ്ഥലമായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം. നല്ല മനോഹരമായ ലതാദികൾ, കേരളത്തെ പോലെ, മലേഷ്യയെ പോലെ, ഇന്തോനേഷ്യയെ പോലെ, അതുപോലെ തന്നെ പല രാജ്യങ്ങളെയും പോലെ, കശ്മീരിനെ പോലെ എടുത്തു പറയാവുന്ന പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാമൂഹിക ഘടന. അവിടുത്തെ ചുറ്റുപാട്, പ്രകൃതിപരമായ ഭംഗി മാത്രമല്ല, ആ സമുദായത്തിന്റെ ഇടയിൽ അവർക്ക് കച്ചവടത്തിന് ഒരുപാട് സൗകര്യമുണ്ടായിരുന്നു. അങ്ങനെ ലോക മാർക്കറ്റുകളെ മുഴുവനും ഉപയോഗപ്പെടുത്തിയ വലിയ ആനുകൂല്യത്തിന്റെ മട്ടുപ്പാവിൽ ജീവിച്ച ആളുകൾ. ഇതെല്ലാം തികഞ്ഞപ്പോൾ അവിടുത്തെ കോടതി വിധി വന്നു, നമുക്ക് ആൺകുട്ടികൾക്ക് തന്നെ ഉപയോഗിക്കാം എന്ന പ്രകൃതി വിരുദ്ധമായ സമീപനത്തിലേക്ക് ആ സമൂഹം എത്തി. അപ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുകയാണ്. പരിശുദ്ധമായ സൂറത്തുൽ അറാഫ് അവിടുന്ന് വിശദീകരിച്ചു പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവർക്കിറങ്ങിയ അദാബിന്റെയും ശിലാവർഷത്തിന്റെയും അല്ലാഹു തആല സമുദായത്തെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു എന്ന് പറയുന്ന വളരെ അപകടകരമായ പരിണിതിയെ ഓർമ്മപ്പെടുത്തുമ്പോൾ മഹത്തുക്കളായ ഇമാമുകൾ ഇവിടെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പറയേണ്ടത് ആനുകാലികമായി ആവശ്യമാണെന്ന് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അല്പം കടക്കുകയാണ്. ഇസ്ലാം അതിനെ കാണുന്നത് വളരെ മാരകമായ തെറ്റായിട്ടാണ്. മാത്രമല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്നദ് അബീ അലയിൽ നിവേദനം ചെയ്ത ഒരു ഹദീസ് കാണാം. അല്ലദീ യഅമലു അമല ഖൗമി ലൂത്തിൻ ഫർജുമുൽ അലാ വൽ അസ്ഫൽ വർജുമുഹാ ജമീആ. ആരെങ്കിലും ഒരാൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ അതുപോലെയുള്ള പ്രകൃതി വിരുദ്ധമായ സ്വവർഗ ഭോഗത്തിന് ആരെങ്കിലും മുതിർന്നാൽ അവിടെ ഉപയോഗിക്കപ്പെട്ടവനെയും ഉപയോഗിച്ചവനെയും എറിഞ്ഞു കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഉഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി ഫീ അമലി ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമുദായം ചെയ്ത തെറ്റ് ആരെങ്കിലും ചെയ്താൽ അവരെ എന്തു വേണം? അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കല്ലെറിഞ്ഞ് കൊന്നുകളയണം എന്ന് പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇടയിൽ ഇതിന്റെ ശിക്ഷ എങ്ങനെയാകണമെന്ന് വിശാലമായ ചർച്ച നടന്നു. 4 ഖലീഫമാരും ഇതിനെക്കുറിച്ച് ഗൗരവമായ വിധിയും വീക്ഷണവും നടത്തിയവരാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും സ്വവർഗ ഭോഗത്തിന് വേണ്ടി മുതിർന്നാൽ അവരെ തീയിലിട്ട് കത്തിച്ചു കളയണം, അതാണ് വിധി എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? പൊളിഞ്ഞു വീഴാനായ കെട്ടിടത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ആ കെട്ടിടം അവരുടെ മേൽ തള്ളിയിടണം, എന്നിട്ട് അവരെ കൊന്നുകളയണം എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും പറഞ്ഞത്. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയുമോ? അവരെ വധിച്ചു കളയണം എന്ന നിലയിലേക്കാണ് എത്തിയത്. മാത്രമല്ല, അവരെ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുകയും അവരെ നശിപ്പിച്ചു കളയുകയും ചെയ്യണം. അത്രയും വലിയ അപശബ്ദമായ കുറ്റമാണ് ഈ സമുദായത്തിന്റെ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം സുഹരിയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവും അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവും അഥവാ മദ്ഹബിന്റെ ഇമാമുകളിൽ 3 ആളുകളും പറഞ്ഞ വിധി, വ്യഭിചാരിയുടെ ശിക്ഷ ഇവരുടെ മേൽ നടപ്പിലാക്കണം. വ്യഭിചാരത്തെ പോലെ ഗൗരവമായ കുറ്റമാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ പണി ചെയ്യുന്ന, അഥവാ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെയോ അതിന്റെ തിരിച്ചുള്ള ഭാഗവും ഇതുപോലെ തന്നെയാണ് എന്ന മഹത്തുക്കളായ ഫുഖഹാക്കൾ. സ്ത്രീകളും തമ്മിലോ പുരുഷനും തമ്മിലോ ലൈംഗിക ആസ്വാദനത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടി പരസ്പരം ഇടപെട്ടാൽ അതിനെ മതം കൈകാര്യം ചെയ്യുന്നത് ചെറുതായിട്ടല്ല, വളരെ കർക്കശമായിട്ട് മതം പെരുമാറുന്നു. അങ്ങനെ ആരെങ്കിലും ഇടപെട്ടാൽ അവരുടെ മേൽ വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പിലാക്കണം. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വളരെയേറെ ബുദ്ധി കേന്ദ്രമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി മുതൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം സാധുവായ ഞാൻ അവതരിപ്പിച്ചു തുടങ്ങുകയാണ്. അവിടുത്തെ അനുഗ്രഹം സിദ്ധിക്കുന്ന, അതോടൊപ്പം അവിടുത്തെ മഹനീയമായ ദർശനങ്ങളെ പ്രകാശിപ്പിക്കാൻ നമ്മുടെ വാചകങ്ങൾക്ക് സദസ്സുകൾക്കും അല്ലാഹു തആല ആരോഗ്യം തരുമാറാകട്ടെ. മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കണിശമായ ബുദ്ധിയിലൂടെ വിധിവിലക്കുകളെ കൃത്യമായി ഇഴകീറി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാത്മാവ്. ആ മഹാനവർകൾ പറഞ്ഞു, കൃത്യമായ ഒരു ശിക്ഷ പറയാൻ എനിക്ക് കഴിയില്ല, അപ്പോഴവിടെ മാതൃകായോഗ്യമായി മറ്റുള്ളവർക്ക് പാഠമായി എങ്ങനെയാണോ ശിക്ഷിക്കേണ്ടത് ആ നിലയിൽ നിലപാടെടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു.
അപ്പൊ അത്രയും ഗൗരവമാണ്. നമ്മുടെ കോടതികൾക്ക് ഭ്രാന്ത് പിടിച്ചു പോയ കാലം, നമ്മുടെ നിയമവ്യവസ്ഥിതികൾ എന്തൊക്കെയോ കയറൂരി വിട്ട സംവിധാനം. ഇന്ന് ലൈംഗികമായ നീതികൾ മുഴുവനും എല്ലായിടത്തും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരോടാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, നിങ്ങളെക്കാൾ ആരോഗ്യവാന്മാരും സൗന്ദര്യവാന്മാരും മൽപിടുത്തത്തിന് യോഗ്യതയുള്ളവരുമായ ഈ സമുദായത്തെ മുഴുവനും ഞാൻ എണ്ണി എണ്ണി പറയുകയാണ്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, അവരുടെ എല്ലാവരുടെയും പതനം എങ്ങനെയായിരുന്നു എന്ന്? എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലയോ അല്ലാഹു ഉണ്ടെന്ന്? എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലയോ അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ? അതുകൊണ്ട് ഇതിന് ഇടയിലൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളെ അനുഷ്ഠിക്കാതിരിക്കുക. അതിന്റെ പേരിലാണ് ഇവരെല്ലാം ഇത് അനുഭവിച്ചത്. അല്ലാഹു തആല നിരോധിച്ച കാര്യങ്ങളെ അവർക്ക് നിരോധിക്കാൻ കഴിഞ്ഞില്ല. ശനിയാഴ്ച ദിവസം മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർക്ക് ശനിയാഴ്ച ദിവസം തന്നെ പോകണം. റമദാൻ മാസത്തിൽ പകലെ ഭക്ഷണ കച്ചവടം നടത്തിക്കൂടാ എന്ന് ഇസ്ലാം അവിടുന്ന് നിഷ്കർഷിക്കുന്നു. അതുപോലെ തന്നെ പരസ്യമായി നോമ്പില്ലാത്ത കാരണത്തോടെ നോമ്പനുഷ്ഠിക്കാൻ പറ്റാത്തയാളാണെങ്കിൽ പോലും റമദാനിന്റെ മഹാത്മ്യത്തെ തേജോവധം ചെയ്യാൻ പാടില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ മതത്തെ പാലിക്കാതെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്ത തലമുറകൾക്ക് മുഴുവനും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏർപ്പെടുത്തിയ ശിക്ഷാവിധികളുടെ ഉദാഹരണങ്ങൾ ഒന്നൊന്നായി ഖുർആൻ എണ്ണി എണ്ണി പറയുകയാണ്. എന്നിട്ട് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും ഒരാൾ അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരോട് മാതൃകായോഗ്യമായി ശിക്ഷ ഏർപ്പെടുത്തണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഒരു ആർത്തവകാരിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെയോ അവൾക്ക് നമ്മൾ അനുവദിക്കപ്പെട്ട തലത്തുകൂടെ അല്ലാതെ ബന്ധപ്പെടുകയോ വകാഹിനൻ മൻ അതാ ഹായിളൻ അവ ഇംറാതൻ ഫീ ദുബരിഹാ വകാഹിനൻ ഫഖദ് കഫറ ബിമാ അൻസല അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം വളരെ കഠിനമാണ്. പ്രകൃതി വിരുദ്ധമായി ആൺകുട്ടികളോടെന്ന് മാത്രമല്ല, പ്രകൃതി വിരുദ്ധമായി സ്വന്തം ഭാര്യയോട് ഒരാൾ പെരുമാറിയാൽ, അഭയ കേസിന്റെ അരമനകളിൽ നിന്ന് പുറത്തു വരുന്ന ചീഞ്ഞു നാറുന്ന കേസുകളുടെ പിന്നാമ്പുറങ്ങൾ ഇതിന്റെ എത്രയോ നാറുന്ന കഥകളെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും അല്ലാഹു തആല അനുവദിക്കപ്പെടാത്ത തലത്തുകൂടെ ലൈംഗിക സമാധാനത്തിന് വേണ്ടി നിങ്ങൾ സമീപിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഖദ് കഫറ ബിമാ അൻസല അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിച്ചിട്ടുള്ള മതത്തെയും ദർശനത്തെയും അവർ നിരാകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മതത്തിന്റെ സീമകളെ ലംഘിച്ചുകൂടാ. അല്ലാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ നിങ്ങൾ പാലിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ഛാത്രശാഖകളുടെയും മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അല്ലാഹു തആല പുനർജന്മത്തിന്റെ വിചാരങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉദാഹരണങ്ങൾ ഇങ്ങനെ അട്ടിയിടുകയാണ്. ഈ ഒരു ചെറിയ ആയത്തുകളിലൂടെ എത്രയോ സമുദായത്തിന്റെ ചരിത്രമാണ് വളരെ സൂക്ഷ്മമായി ഖുർആൻ അടയാളപ്പെടുത്തുന്നത്. ഖുർആനിന്റെ വിസ്തൃതി മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. കേവലം ഒരു പരിഭാഷയുടെ പിന്നിൽ പോയി ഈ ഖുർആനിനെ അലങ്കോലപ്പെടുത്തുന്ന പുതിയ സമുദായത്തോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ വ്യാഖ്യാനത്തോട് പോലും നീതി പുലർത്താൻ ഇവിടെയുള്ള 99% പരിഭാഷകൾക്കും കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ നാട്ടിലുള്ള പരിഭാഷകളിൽ പറയുന്ന അർത്ഥം എന്താണ്? പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അതൊരു ആശയപൂർണമായ സെന്റൻസ് അല്ല ഒറ്റ പരിഭാഷക്കാരും എഴുതിയത്, മറിച്ച് അർത്ഥപൂർണമല്ലാത്ത ഒരു പരാമർശം. അറബി ഉറുദുവിലാണെങ്കിലോ ഖുദാ കാ നാം സേ ബഹുത് മെഹർബാനി ഹേ ഓർ റഹീം വാലാ ഹേ എന്നെഴുതിയപ്പോഴും അവിടെ പരിഭാഷ പൂർണ്ണമായില്ല. ഇംഗ്ലീഷിൽ നോക്കിയാലോ ഇൻ ദി നെയിം ഓഫ് അല്ലാഹ് മോസ്റ്റ് മേഴ്സിഫുൾ ആൻഡ് ഗ്രേസിയസ്. ഇതിന്റെ എല്ലാം കേവല അർത്ഥം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ്. എന്നാൽ പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അർത്ഥം അങ്ങനെയല്ല. അവിടെ എന്തൊരു വിഷയത്തിലേക്ക് ആരംഭിക്കുന്നോ അതിനോട് അനുബന്ധമായ ഒരു പരിപൂർണ ആശയം തരുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത്. ഖുർആൻ ആരംഭിക്കുകയാണെങ്കിൽ തുടങ്ങുന്നു എന്ന്, ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു എന്ന്,
അതിന്റെ ഗോപ്യമായ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ബാഇന് മാത്രം ആരോഗ്യമുണ്ട് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ തഫ്സീർ റാസിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വിശാലമായ വ്യാഖ്യാനങ്ങളുടെ പാരാവാരങ്ങളെ ആവഹിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ നിൽക്കുന്ന വേദത്തിന്റെ വചനങ്ങളെ ബൈബിള് പോലെയോ മറ്റെന്തെങ്കിലും പോലെയോ നിസാരവൽക്കരിക്കപ്പെടുന്നതിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഖുർആൻ താക്കീത് നൽകുകയാണ്. ഇതൊക്കെ ഓതുമ്പോൾ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, കാരുണ്യത്തിന്റെ ആയത്തുകൾ വരുമ്പോൾ അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കൽ സുന്നത്താണ്. അള്ളാഹു തആല സ്വർഗ്ഗത്തെ കുറിച്ച് പറയുകയാണ്, ജന്നാത്തിൻ നഈം എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ ജഅൽനി മിൻ അഹ്ലിൽ ജന്ന, അങ്ങനെ ചോദിക്കൽ സുന്നത്താണ്. നരകത്തെ കുറിച്ച് പറയുകയാണ്, എന്നാൽ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കൽ സുന്നത്താണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത്തരം ആയത്തുകൾ വരുമ്പോൾ ഒരൊറ്റ സ്ഥലത്തും വിട്ടുപോകാറില്ല. അവിടെയെല്ലാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം തേടേണ്ട സ്ഥലത്ത് തേടുന്നു. അങ്ങനെ തേടിയും ചോദിച്ചുകൊണ്ടുമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരായത്തും വിട്ടുകടന്നു പോകാറില്ല. അതുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ചിന്തയും ആലോചനയും വിചാരവും ഉയർത്തിയിട്ട് ഈ സമുദായത്തിന്റെ മുഴുവനും പതനത്തിന്റെ പാഠങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ പാരായണം ചെയ്യുമ്പോൾ കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഖുർആനെങ്ങാനും വിഷയാധിഷ്ഠിതമായി അധ്യായങ്ങൾ തിരിച്ച ഒരു വേദമായിരുന്നെങ്കിൽ എനിക്കത് ഖത്മാക്കാൻ കഴിയില്ലായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരധ്യായം സ്വർഗം, ഒരധ്യായം നരകം, ഒരധ്യായം അദാബ്, ഒരധ്യായം സിറാത്ത്, ഒരധ്യായം ഖബർ, അങ്ങനെയായിരുന്നു ഖുർആനെങ്കിൽ ഈ സിദ്ദീഖുൽ അക്ബറിന് ഖുർആൻ ഓതി തീർക്കാൻ കഴിയില്ല. പക്ഷേ ഖുർആനിന്റെ ഇടപെടൽ വളരെ മനഃശാസ്ത്രപരമാണ്. അദാബ് പറഞ്ഞ് ഒരാൾ വേദനിച്ചു വരുമ്പോഴേക്ക് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് സമാധാനിപ്പിക്കും. സ്വർഗം പറഞ്ഞ് ഒരാൾ ആവേശം കൊള്ളുമ്പോഴേക്ക് ഉടനെ നരകം പറഞ്ഞ് അയാൾക്ക് താക്കീത് കൊടുക്കും. ബഷീറൻ വ നദീറ. അതാണ് ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു പ്രവാചകൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്തേ നിങ്ങൾക്ക് പറ്റിയത്? ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാല അൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. നിങ്ങളുടെ ഇടയിൽ താക്കീതുകാരനായി പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഈ പ്രവാചകൻ പറയുന്നതോ മുൻകാല സമുദായത്തിന്റെ ദർശനങ്ങളുടെ ചരിത്രങ്ങളെ കൃത്യമായി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല എന്ന് പറയുന്നവർക്ക് വലിയൊരു അടിയാണ് ഈ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറഞ്ഞ കാര്യം അറിയില്ല എന്ന് പറഞ്ഞ് ആരോപണമുയർത്തുന്നവർ ഖുർആൻ പഠിക്കാത്തവരാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയികമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ മാദ്ദത്തിൽ ഗൈബിയ്യ. ഗോപ്യമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയുമോ ഇല്ലേ എന്ന വിമർശനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ ഇന്ത്യയിൽ ഉയർത്തി. മഹാനവറുകളോട് സംവാദം നടത്തിയിട്ട് തോറ്റുപോയ സമയത്ത് മഹാനവറുകൾ ഹജ്ജിന് പോയ സമയത്ത് മക്കത്തെ ആലിമീങ്ങൾക്ക് കത്തെഴുതി, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയുമോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് കത്തെഴുതി. ആ കത്തിന് മറുപടി കൊടുക്കേണ്ടത് ഹറമിലെ ഉലമാക്കളാണ്. അപ്പോൾ ഇന്നും നമ്മുടെ പണ്ഡിതന്മാര് പോകുമ്പോൾ പുത്തനാശയക്കാരായ ആളുകൾ നമ്മുടെ പണ്ഡിതന്മാരെ അവിടെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് കാലങ്ങൾക്ക് മുമ്പുള്ള പാരമ്പര്യമാണ്. ഇമാം അഹ്മദ് റിളാ ഖാൻ റളിയല്ലാഹു അൻഹു അവിടെ ചെന്നപ്പോഴോ അന്നത്തെ പണ്ഡിതന്മാരുടെ ഇന്ത്യയിൽ നിന്ന് വന്ന കത്ത് അവർക്കറിയാം ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ ആരാണെന്ന്. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന കത്തിന് മറുപടി പറയാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. KL 46A 62 66 21, KL 8S 27 52, KL 47 385 എന്നീ വാഹനങ്ങൾ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ ആരാണെന്ന് മഹാനവറുകളുടെ കയ്യിലേക്ക് ഈ ചോദ്യം എടുത്തു കൊടുത്തു. മഹാനവറുകൾ 2 കൈയിലും പേന എടുത്തു എന്നാ ചരിത്രം. 2 കൈയിലും പേന എടുത്തു. എന്നിട്ട് 8 മണിക്കൂർ കൊണ്ടൊരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥമാണ് അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ മാദ്ദത്തിൽ ഗൈബിയ്യ എന്ന ഗ്രന്ഥം. മഹാനവറുകൾ പറഞ്ഞു, ഖിസ്മുൽ ലിസ്സാഇലിൽ മുരീദി വഖിസ്മുൽ ലിൽ ജാഹിദിൽ അനീദ്. എന്റെ ഈ ഗ്രന്ഥം നല്ല ഉദ്ദേശത്തോടെ വിവരമറിയാൻ ചോദിക്കുന്ന ആൾക്ക് ശാന്തിയോടെ മറുപടി പറയുകയാണ്.
രണ്ടാമത്, ആരെങ്കിലും ഈ വിഷയത്തിൽ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നാൽ അവന്റെ കണ്ടകോടാലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർക്കശമായ ശൈലിയിൽ ബഹുമാനപ്പെട്ടവർ ഗ്രന്ഥമെഴുതി. ആ ഗ്രന്ഥത്തിൽ നൂറുകണക്കിന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളൂ ഔ കമാ ഖാല റസൂലുള്ളാഹി എന്ന്. അപ്പൊ മഹാനവറുകൾ പിന്നീട് വന്നപ്പോൾ അൽ ഹാഷിയത്തുൽ മദനിയ എഴുതിയപ്പോൾ അവിടെ എഴുതി കൊടുത്തു, എന്റെ കയ്യിൽ ഒരു കിതാബും ഉണ്ടായിരുന്നില്ല, എല്ലാം എന്റെ ഓർമ്മയിൽ നിന്ന് എഴുതിയപ്പോൾ ഒരു ഹദീസിന്റെ സ്ഥലത്ത് അതിന്റെ വചനം അങ്ങനെയാണോ അല്ലേ എന്ന് എനിക്ക് സംശയം വന്നു. അതുകൊണ്ടാണ് ഞാൻ ഔ കമാ ഖാല എന്ന് എഴുതിയത്. പക്ഷേ ഞാൻ വന്ന് കിതാബ് എടുത്ത് നോക്കുമ്പോ ഞാൻ എഴുതിയതുപോലെ 3 നിവേദനങ്ങളും അല്പം വ്യത്യാസത്തോടെ വേറെ 4 നിവേദനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 8 മണിക്കൂർ കൊണ്ട് 2 കൈയിലും പേനയെടുത്തിട്ട് പ്രൗഢമായ ഗ്രന്ഥം എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന്. അതിന്റെ ഉദാഹരണമാണ് പഴയകാല സമുദായത്തിന്റെ ചരിത്രങ്ങൾ അറബ് ജനതയുടെ മുമ്പിൽ ആലേഖനം ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോ അവർ അത്ഭുതപ്പെടുകയാണ്. എവിടെയും പോയിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇരുന്നൊരു സാമ്പ്രദായിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്തയാൾ. ഉമ്മി എന്ന് പറഞ്ഞാൽ നിരക്ഷര കുക്ഷി എന്നല്ല, അങ്ങനെ ചില പരിഭാഷക്കാർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മി എന്ന് പറഞ്ഞാൽ സാമ്പ്രദായിക വിദ്യാഭ്യാസമില്ലാത്തയാൾ, ഒരു ഗുരുവിന്റെ മുമ്പിൽ പോയി ചമ്രം പഠിച്ചിരുന്നിട്ട് പഠിക്കാത്തയാൾ. അതേ അതിനർത്ഥമുള്ളൂ. കാരണം എന്താ? അഹബബ്തു ഉമ്മിയൻ യകൂനു അലീമാ ഇൽമൻ യഫൂഖുൽ ഖാരിഈന യതീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ വൈജ്ഞാനിക സാഗരങ്ങളെയും തോൽപ്പിക്കുന്ന വിജ്ഞാനത്തിന്റെ വടവൃക്ഷമായിരുന്നു മഹാനവറുകൾ, മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറഞ്ഞു, വഅല്ലമക മാ ലം തകുൻ തഅലം. ഓ നബിയേ, അവിടത്തേക്ക് അറിയാത്തതെല്ലാം നമ്മൾ തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു ഖുർആൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണെന്ന വിഷയത്തെക്കുറിച്ച് മാത്രം 14ഓളം രചനകൾ ഇമാമുകൾ എഴുതിയിട്ടുണ്ട്. ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഇബ്രാഹിം മുഹമ്മദ് മുല്ല ഖാത്തിർ അൽ അസ്സാമി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഉമ്മിയത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥം. അതിൽ നൂറുകണക്കിന് ഉദ്ധരണികൾ ഈ വിഷയമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം വിദ്യാർത്ഥിയായ ഞാൻ പ്രസംഗിച്ച 100 മണിക്കൂറോളമുള്ള സീഡികൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതിന്റെ ഇടയിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഉമ്മി എന്ന വിഷയം പരാമർശിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ വൈജ്ഞാനിക പർവ്വത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞുപോയ സമുദായത്തിന്റെ ചരിത്രങ്ങൾ സൂക്ഷിക്കുന്ന ബിബ്ലിക്കൽ റഫറൻസുകളുള്ള ഒരുപാട് വേദപണ്ഡിതന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അസ്ഹാബുർ റസ്സി വ സമൂദ്, കഴിഞ്ഞുപോയ സമുദായത്തിന്റെ പതനത്തിന്റെ ചരിത്രങ്ങൾ നിങ്ങൾക്കറിയില്ലയോ? അവരെല്ലാം എങ്ങനെയാണ് കടന്നുപോയത് എന്ന് നിങ്ങൾക്കറിയുമോ? വഅസ്ഹാബുൽ ഐകതി വഖൗമു തുബ്ബഇൻ കുല്ലുൻ കദ്ദബ റുസുല ഫഹഖ വഈദ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായം പൊറുക്കപ്പെടാത്ത പാപം ചെയ്തു. അതിന്റെ പേരിലാണ് അവരെ നമ്മൾ ശിക്ഷയിലേക്ക് കൊണ്ടുപോയത്, മറ്റൊന്നുകൊണ്ടുമല്ല.